വീണ്ടും വീണ്ടും ഒരു ആളെ ബലമായിട്ട് എന്തോ പറയണ്ട, ഫോഴ്സ്ഫുള്ളി എൻ്റെ കൂടെ വന്നേ പറ്റൂ, എൻ്റെ കൂടെ കിടന്നേ പറ്റൂ എന്നുള്ളൊരു രീതി കാണിക്കുന്നുണ്ടല്ലോ, വെറും തന്തയില്ലാത്തരവാണ്. കാര്യം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പുറകെ പോകുന്നു? ഇവന്മാർക്കൊന്നും ഒരു ബോധവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയായിരിക്കും, ഭയങ്കരമായിട്ട് അഭിനയിക്കാനൊക്കെ ഉള്ള കഴിവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബുദ്ധിയും വിവരമൊന്നുമില്ല. ഇവർക്കൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്നിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെയുള്ള തോന്നിയവസം കാണിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വണ്ടറടിക്കുന്നത്. ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ വീണ്ടും പോയിട്ട് വാതിൽ തട്ടിയിട്ട് വീണ്ടും എന്തൊക്കെയാണ് കാണിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ടീമുകളാണ് ഇവന്മാരെല്ലാം എന്ന് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. അതെ അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിഖ് കപൂർ ആയിരുന്നു ഡയറക്ടർ. എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഗായത്രി കൂടെ അഭിനയിച്ചിരുന്ന ഗായത്രി വെച്ച് എന്താ മിനു പ്രശ്നം. അപ്പൊ ഞാൻ ഉള്ള കാര്യം ഗായത്രിയോട് പറഞ്ഞു. എനിക്കറിയാം എന്ന് പുള്ളിക്കാരും പറഞ്ഞു. ഗായത്രിയോട് ഈ ഒരു വിഷയം തുറന്നു പറഞ്ഞു എന്ന് ഈ പറയുന്ന നടി പറഞ്ഞു. കാര്യം അതാണ് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിട്ടുള്ളൊരു കാര്യം. ഈ പറയുന്ന ഗായത്രി എടുത്ത് ഈ പറയുന്ന മീഡിയാസ് അവർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. കാര്യത്തെക്കുറിച്ച് ഗായത്രിക്ക് അറിവുള്ളതാണ്. എനിക്ക് അറിവുള്ളതാണ്. അത് നമ്മളുടെ ഇതാത്തടിയാണെന്ന് വിചാരിക്കുന്നു. ആ ലൊക്കേഷനിലാണ് മിനു വന്നിട്ട് തലേദിവസം രാത്രിയിൽ ഡോറിൽ നോക്ക് ചെയ്തെന്നും എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ. പിറ്റേ ദിവസം കുട്ടി ലൊക്കേഷനിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഇങ്ങനെ മണിയമ്പിള്ള രാജുചേട്ടൻ രാത്രി വന്നിട്ട് ഡോറ് നോക്ക് ചെയ്തു, ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ആകെ വിഷമാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുക. ഒരു പെണ്ണിന് ഇഷ്ടമില്ലാതെ ആരും നമ്മളുടെ അടുത്ത് വരില്ല. അതുകൊണ്ട് സ്ട്രോങ് ആയി പറയുക, എനിക്ക് താല്പര്യമില്ല, എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഗായത്രി എന്ന് പറയുന്ന ഒരു നടിയാണ് ഈ ഒരു വിഷയത്തിലെ ഏറ്റവും ഭയങ്കര എവിഡൻസ്. ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഇത് മാത്രം മതി. കാര്യം സാക്ഷിയായിട്ടുള്ളൊരു വ്യക്തിയാണത്. കാര്യം ഓൾറെഡി ഈ ഒരു വിഷയം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന നടി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഗായത്രി, ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയെന്ന്. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമില്ല. നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആ ആൾ നമ്മളെ കൊണ്ട് ബലമായിട്ട് നമ്മളെ കൊണ്ട് ഇതണക്ക് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തുമെന്ന് പറയുന്നത് അതിന് റേപ്പ് എന്നാണ് പറയണത്. മനസ്സിലായോ? അല്ലാതെ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സമ്മതത്തോടെ കൂടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ലോകത്ത് കേസോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ താല്പര്യമില്ലാതെ ഒരാളെ പോയി ഫോഴ്സ്ഫുള്ളി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നത് വെറും തന്തയില്ലാത്തരമായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ മനുഷ്യനൊക്കെ എത്ര വയസ്സുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പം മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അത് ഇനിയും വരും, ആരോപണങ്ങൾ ധാരാളം വരും. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്ത് വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയറായിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തൊരു പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ. അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരും. ഇപ്പം നമ്മളെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഉമ്മൻചാണ്ടി സാറ്. ഇത്രയും ശുദ്ധനായ ആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു. അതുപോലെ ഉള്ളൂ, അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഈ രണ്ട് സൈഡിൽ നിന്നാണ്. കാര്യം ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം. അതായത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പല ആൾക്കാരും വരും, ഒരുപാട് ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർ കാശ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടിയാണെന്നാണ് മണിയമ്പിള്ള രാജുവിൽ നിന്ന് പറഞ്ഞൊരു കാര്യം. എന്തായാലും പുള്ളിക്കാരൻ ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഇങ്ങനൊരു പടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും എടുത്തു എന്നും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ വലിയൊരു കാര്യമാണ് ഈ പറയുന്ന ഗായത്രി എന്ന് പറയുന്ന ഒരു നടി. ആ ഒരു നടിയുടെ ആ ഒരു ഒറ്റ മൊഴി മാത്രം മതി.
അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. പിന്നെ ജയസൂര്യയുടെ കാര്യങ്ങൾ, മുകേഷിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇടവേള ബാബു കഴുത്തിലൊക്കെ കഴുത്തിൽ ഉമ്മ വെച്ചെന്നോ അങ്ങനെയൊക്കെയാണ് പറയണത്. എന്നാലും ഭയങ്കര കോമഡികളായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.